ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കേരളീയർക്ക് വളരെ പ്രിയപ്പെട്ട വട്ടയപ്പം ഉണ്ടാക്കാം. ക്രിസ്മസ്, ന്യൂ ഇയർ എന്നീ വിശേഷ അവസരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഈ വട്ടയപ്പം പഞ്ഞി പോലെ വളരെ സോഫ്റ്റാണ്. നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പച്ചരി ഇടുക. ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വാർത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിരുമ്മിയ തേങ്ങ, 1/4 കപ്പ് പച്ചരിച്ചോറ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം, 1/4 കപ്പ് വെള്ളം എന്നിവ ചേർത്തതിന് ശേഷം വളരെ ഫൈനായി അരച്ചെടുക്കുക. മാവ് ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റുക. മാവ് പൊന്തി വരാൻ സാധ്യതയുള്ളതിനാൽ ആഴത്തിലുള്ള ഒരു പാത്രം ഉപയോഗിക്കുക. ഒരു മൂടി കൊണ്ട് അടച്ചതിന് ശേഷം മാവ് പുളിക്കാനായി 3 മുതൽ 5 മണിക്കൂർ വരെ മാറ്റിവെക്കുക. 3 മണിക്കൂറിന് ശേഷം മാവ് ഇവിടെ പൊങ്ങിയിട്ടുണ്ട്. വട്ടയപ്പം പഞ്ഞി പോലെ സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. 2 നുള്ള ബേക്കിംഗ് സോഡ 2 ടീസ്പൂൺ വെള്ളത്തിൽ നല്ലതുപോലെ കലക്കുക. ഇത് മാവിലൊഴിച്ചതിന് ശേഷം വളരെ മയത്തിൽ ഇളക്കി യോജിപ്പിക്കുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കോണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ഈ മാവ് ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റിവെക്കുക. മാവ് ആവി കയറ്റുന്നതിനായി വട്ടത്തിലുള്ള ഒരു പാത്രം എടുക്കുക. വട്ടയപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി പാത്രത്തിനുള്ളിൽ നെയ്യോ വെളിച്ചെണ്ണയോ പുരട്ടാവുന്നതാണ്. മാവ് ഈ പാത്രത്തിലേക്ക് മാറ്റുക. ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കുക. ആവിയിൽ വേവിക്കാനായി ആഴമുള്ള ഒരു പാത്രം എടുക്കുക. പാത്രം നിർത്താനായി ഒരു സ്റ്റാൻഡോ റാക്കോ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഇവയ്ക്ക് പകരമായി ഒരു ചെറിയ പാത്രവും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഏകദേശം 2-3 കപ്പ് വെള്ളം ഒഴിക്കുക. മൂടി കൊണ്ട് അടച്ചതിന് ശേഷം മീഡിയം ഹൈ ഹീറ്റിൽ വെള്ളം തിളപ്പിക്കുക. ഇനി മാവ് ആവി കയറ്റുന്നതിനായി വയ്ക്കുക. ഒരു മൂടി കൊണ്ട് അടച്ചിട്ട് ഏതാണ്ട് 5 മിനിറ്റ് വേവിക്കുക. ഇത് മാവ് ചെറുതായൊന്ന് സെറ്റാവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ചെറുതായി അരിഞ്ഞ ചെറികൾ, കശുവണ്ടി, കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടി എന്നിവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്പൂൺ കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ ചെറുതായൊന്ന് അമർത്തി കൊടുക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി 15 മിനിറ്റോളം വേവിക്കുക. വെന്തോ ഇല്ലയെന്ന് ഉറപ്പുവരുത്താനായി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെന്ത് കഴിയുമ്പോൾ തണുക്കാനായി 10 മിനിറ്റ് മാറ്റിവെക്കുക. തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക.
നിങ്ങൾക്കിഷ്ടമുള്ള സൈസിലും ഷേപ്പിലും മുറിച്ചെടുക്കാവുന്നതാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അടുത്ത വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. നന്ദി, നമസ്കാരം.